1980-കളിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആരംഭിച്ച കാവേരി എഞ്ചിൻ പദ്ധതി തദ്ദേശീയമായ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിനെ കരുത്തു പകരാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ ഈ പദ്ധതിക്ക് നിരവധി വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. തേജസിന് ആവശ്യമായ ത്രസ്റ്റ് ലെവലുകൾ നേടാൻ കാവേരി എഞ്ചിന് കഴിഞ്ഞില്ല. തുടക്കത്തിൽ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് 81 kN ത്രസ്റ്റ് സൃഷ്ടിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത്. എന്നാൽ ഇതിന് ഏകദേശം 70-75 kN മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇത് LCAയുടെ പ്രവർത്തന ആവശ്യങ്ങൾക്ക് അപര്യാപ്തമായിരുന്നു. അതുപോലെ തന്നെ കാവേരി എഞ്ചിന്റെ വെയിറ്റ്, അതായത് ഇതിന്റെ ഭാര പ്രശ്നങ്ങൾ കാവേരി എഞ്ചിൻ ആദ്യം ആസൂത്രണം ചെയ്തതിലും ഭാരമുള്ളതായിരുന്നു. ഇത് തേജസ് വിമാനത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും ഭാരവും ത്രസ്റ്റ് അനുപാതവും പ്രതികൂലമായി തന്നെ ബാധിച്ചു. അതുപോലെ തന്നെ ഇതിന് ഉയർന്ന ഉയരത്തിലും ഉയർന്ന താപനിലയിലും ഇതിന്റെ വിശ്വാസ്യതയും ഈട് നിൽക്കുന്നതിലും കാര്യമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. അതുപോലെ തന്നെ ഉയർന്ന താപനിലയുള്ള വസ്തുക്കളുടെ, പ്രത്യേകിച്ച് സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകളുടെ വികസനം ഒരു പ്രധാന തടസ്സമായിരുന്നു. നൂതന സാമഗ്രികളുടെ സാങ്കേതിക വിദ്യയും ആവശ്യമായ കൃത്യതയോടെ ഈ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും ഇന്ത്യക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ജെറ്റ് എഞ്ചിന്റെ സങ്കീർണ ഘടകങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ നിർമ്മാണം അക്കാലത്ത് ഇന്ത്യയിൽ പൂർണ്ണമായും വികസിപ്പിച്ചിരുന്നില്ല. ഇത് നിർണായകമായ എഞ്ചിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിൽ പൊരുത്തക്കേടുകൾക്കും ഗുണനിലവാര പ്രശ്നങ്ങൾക്കും കാരണമായി. അതുപോലെ തന്നെ അടുത്ത ഒരു അഭാവമായിരുന്നു ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം. അതായത് ഉയർന്ന ഉയരത്തിലുള്ള ടെസ്റ്റ് സൗകര്യങ്ങൾ പോലുള്ള സമഗ്രമായ എഞ്ചിൻ ടെസ്റ്റിംഗിന് ആവശ്യമായ പൂർണ്ണമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിലില്ല. ഇത് പ്രവർത്തന സാഹചര്യങ്ങളിൽ എഞ്ചിന്റെ പ്രകടനത്തിന്റെ കാലതാമസത്തിനും അപൂർണമായ സാധൂകരണത്തിനും കാരണമായി. അതുപോലെ തന്നെ എഞ്ചിൻ വികസനത്തിന് ആവർത്തിച്ചുള്ള പ്രോട്ടോടൈപ്പിംഗും ടെസ്റ്റിംഗ് സൈക്കിളുകളും ആവശ്യമാണ്. ബജറ്റ് പരിമിതികളും പരിചയക്കുറവും കാരണം GTREക്ക് ആവശ്യമായത്ര ആവർത്തന പരിശോധനകളും പരിഷ്കരണങ്ങളും നടത്താൻ കഴിഞ്ഞില്ല. ഇത് വികസന പ്രക്രിയയെ മന്ദഗതിയിലാക്കി. അതുപോലെ തന്നെ തേജസ് വിമാനത്തിന്റെ ഡിസൈൻ സവിശേഷതകൾ കാലക്രമേണ വികസിച്ചുകൊണ്ടേയിരുന്നു. ഇത് എഞ്ചിൻ ആവശ്യകതകളിൽ പതിവ് മാറ്റങ്ങളിലേക്ക് നയിച്ചു. ഇത് കാവേരി എഞ്ചിന്റെ രൂപകൽപ്പനയിൽ തുടർച്ചയായ മാറ്റങ്ങൾ ആവശ്യമായി വന്നു. ഇത് പദ്ധതി കൂടുതൽ വൈകിപ്പിച്ചു. അടുത്ത ഒരു കാരണമായിരുന്നു 1998-ലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത് നിർണായകമായ സാങ്കേതിക വിദ്യകളിലേക്കും വസ്തുക്കളിലേക്കും പ്രവേശനം നിയന്ത്രിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന സാങ്കേതിക വിദ്യകൾ ലഭ്യമല്ലാത്തതിനാൽ ഇത് കാവേരി എഞ്ചിൻ വികസനത്തെ സാരമായി തന്നെ ബാധിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രധാന കാരണമായിരുന്നു ജെറ്റ് എഞ്ചിൻ വികസനത്തിലുള്ള അനുഭവ പരിചയം. മികച്ച എഞ്ചിനീയറിംഗ് പ്രതിഭകളെ ആകർഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും ഈ പ്രൊജക്ട് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടു. DRDOയുടെ 2017-ലെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 5 കാവേരി എഞ്ചിൻ പ്രോട്ടോടൈപ്പുകൾ, അതായത് K5, K6, K7, K8, K9 എന്നിവ വർഷം മുഴുവൻ ഏകദേശം 145 മണിക്കൂറാണ് പരീക്ഷിച്ചത്. പവർ ഓഫ് ടേക്ക്, കസ്റ്റമർ ബ്ലീഡ്, ഇൻലെറ്റ് ഡിസ്റ്റോർഷൻ എന്നിവ കണക്കിലെടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത സാഹചര്യങ്ങളിൽ മിക്ക എഞ്ചിൻ ടെസ്റ്റുകളും നടത്തി. ഈ പരീക്ഷണങ്ങളെ തുടർന്ന് ഫ്രഞ്ച് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയായ സഫ്രാൻ SA കാവേരി എഞ്ചിൻ വികസനത്തിന്റെ സാങ്കേതിക ഓഡിറ്റ് നടത്തി. ഇവരുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു വിമാനവുമായി സംയോജിപ്പിച്ച പരിമിതമായ എൻവലപ്പ് ഫ്ലൈറ്റ് ടെസ്റ്റുമായി മുന്നോട്ട് പോകുന്നതിന് കാവേരി എഞ്ചിൻ മതിയായ മെച്യൂരിറ്റിയിൽ എത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിച്ചു. കാവേരി എഞ്ചിൻ പ്രോഗ്രാം അതിന്റെ പ്രാരംഭ തിരിച്ചടികൾക്കിടയിലും എയ്റോ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കുള്ള അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ തുടരുന്നു. ഭാവിയിലെ കാവേരി എഞ്ചിനായുള്ള പദ്ധതി ചിലപ്പോൾ കാവേരി 2 എന്ന് വിളിക്കപ്പെടുന്നു. പുതിയ സാങ്കേതിക വിദ്യകളും അന്തർദേശീയ സഹകരണവും ഉൾപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ കാവേരി പദ്ധതിയിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും കാവേരി 2. റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന M88 എഞ്ചിൻ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ഇന്ത്യ ചർച്ച നടത്തി. സാങ്കേതിക കൈമാറ്റവും വൈദഗ്ധ്യവും നൽകിക്കൊണ്ട് കാവേരി എഞ്ചിനെ പുനരുജ്ജീവിപ്പിക്കാൻ സഫ്രാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ, ലോ ബൈപാസ് അനുപാതങ്ങൾ, ഉയർന്ന താപനിലയിലുള്ള മെറ്റീരിയലുകൾ ഭാവിയിലെ ഇന്ത്യൻ വിമാനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി കാവേരി എഞ്ചിൻ ത്രസ്റ്റും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. അതായത് കാവേരി 2ന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ത്രസ്റ്റ് കുറവ് പരിഹരിക്കുക എന്നത് തന്നെയാണ്. തേജസ് മാർക്ക് 2വിന്റെ പ്രവർത്തന പ്രകടനത്തിന് ആവശ്യമായ ത്രസ്റ്റ് ഔട്ട്പുട്ട് കുറഞ്ഞത് 98 മുതൽ 100 kN ആയി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. തേജസ് മാർക്ക് 2 വിമാനം ആദ്യഘട്ടത്തിൽ ജനറൽ ഇലക്ട്രിക് F414 എഞ്ചിൻ ഉപയോഗിക്കുമെങ്കിലും ആവശ്യമായ പ്രകടന മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഇതൊരു തദ്ദേശീയ എഞ്ചിൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. അതായത് ഇതിന് സാധ്യതയുള്ളത് കാവേരി 2 എഞ്ചിനാണ്. വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് പൂർണ്ണമായും തദ്ദേശീയമായ ഒരു യുദ്ധ വിമാനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭാവിയിലെ കാവേരി എഞ്ചിനെ ഇന്ത്യയുടെ അടുത്ത തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ
AMCIക്കും കരുത്ത് പകരാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.